ആകാശവാണി കണ്ണൂർ. അങ്കണം. ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം ഷീബ കാരാട്ട് പറയുന്ന ചെറുകഥ അവസ്ഥാന്തരങ്ങൾ. പെയ്തൊഴിഞ്ഞ പഞ്ഞക്കർക്കിടകത്തിന്റെ നിഴൽപ്പാട് വിണ്ടുകീറി ചിങ്ങം പുലർന്നു. വെയിൽ വെട്ടം കണ്ട് നാമ്പു നീട്ടിയ ചെടികളിൽ പൂമൊട്ടു വിടർന്നു. വിടർന്ന പൂവിൽ തേൻ നുകരാൻ ഒരു പറ്റം പൂമ്പാറ്റകളും എത്തി. ജാനകിയമ്മ മധു നുകരാനെത്തിയ പൂമ്പാറ്റകളുടെ ഭംഗിയിൽ മതിമറന്നിരിക്കുകയാണ്. അവർ മനുവിനെക്കുറിച്ചോർത്തു. അന്ന് മനുവിന് 7 or 8 വയസ്സ് പ്രായം കാണും. വീട്ടിൽ പ്രാവ് ഒഴിഞ്ഞുപോയ ഒരു കൂടുണ്ടായിരുന്നു. പാറിപ്പറക്കുന്ന തുമ്പികളെയും പൂമ്പാറ്റകളെയും പച്ചത്തുള്ളനെയുമൊക്കെ പിടിച്ച് ആ കൂട്ടിൽ ഇട്ട് രസിക്കുകയാണ് അവന്റെ പണി. എത്ര പറഞ്ഞാലും അവൻ അവയെ തുറന്നുവിടില്ല. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിന്റെ വേദന അവൻ അറിയില്ലല്ലോ. പൂമ്പാറ്റകൾ ജാനകിയമ്മയുടെ തലയ്ക്കു മുകളിലൂടെ വട്ടമിട്ടു പറന്നു. ജി കുത്തിയിരിക്കുന്നത് മതിയാക്ക്. അന്നെ പോലെയല്ലേ ഞാനും പെരുന്നാളിന് കുത്തിയിരുന്നത്. എന്നിട്ടോ? എല്ലാരും കണക്കാ. നീ വേഗം വാ, വിശന്നിട്ട് പള്ള കുത്തുന്നു. ആയിഷുമ്മ കെറവിച്ചു. ആയിഷുമ്മയ്ക്ക് എല്ലാവരോടും എല്ലാത്തിനോടും പരാതിയാണ്. വിശന്നാൽ അവർക്ക് ഭ്രാന്തിളകും. വയറു നിറച്ച് ഭക്ഷണം കിട്ടിയാൽ ആള് സമവായപ്പെടും. 60കളിലെ ഗർഭിണി എന്നാണ് അവരുടെ ആകാരം കണ്ടിട്ട് എല്ലാവരും വിളിക്കുന്നത്. ഗർഭത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിഷുമ്മാന്റെ മുഖത്ത് ഇരുണ്ട മേഘച്ചുരുൾ പടരും. ചുണ്ട് വിറക്കും. മണ്ണ് കാണാൻ യോഗമില്ലാത്ത 6 എണ്ണത്തിന് തന്നതിന് ശേഷമാ 7ാമത്തോൻ അബ്ദുവിനെ നമുക്ക് പടച്ചോൻ തന്നത്. അതൊരു കർക്കിടക പെയ്ത്ത് കാലത്താ. വയറ്റാട്ടിയെ കൊണ്ട് കൂടൂലാന്ന് കണ്ടപ്പോ ആരോ പറഞ്ഞു ഡോക്ടറെടുത്ത് കൊണ്ടുപോവാന്ന്. ഉപ്പയും കാരണൂറും സമ്മതിച്ചില്ല. മുക്കി മുക്കി ബോധം പോകുമെന്നായപ്പോ വയറ്റാട്ടി നിലവിളിച്ചു. അബ്ദുവിന്റെ ഉപ്പാക്ക് ബേജാറായി. ഒരു ചെങ്ങായിമാരെയും കൂട്ടി പായിക്കട്ടിലിൽ കിടത്തി എന്നെ ആശുപത്രിയിലോട്ടെടുത്തോണ്ടുപോയി. ആകാശത്തെണ്ണേന്ന് വെള്ളം ചറപറാന്ന് താഴോട്ട് ചാടുമല്ലേ. കരഞ്ഞ് തൊണ്ട പൊട്ടിയ തൊള്ള നിറയെ മഴവെള്ളം കുടിച്ചു. അവിടെ എത്തുമ്പോഴേക്കും അരപ്രാണനെ നെഞ്ചില് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ ചിരിച്ചും മലർത്തിയും കിടത്തി എന്തൊക്കെയോ ചെയ്തു. മൂക്കിലൂടെ ഒരു വലിയ ശ്വാസം വലിച്ചെടുത്തപ്പോ കൃഷ്ണമണി പെടഞ്ഞു. ആകാശത്തിന്റെ അടരുകൾ നീക്കി ഒരു കട്ട വെളിച്ചം കീഴ്പോട്ട്. മലക്ക്. അല്ലാ, ആരെ കൊണ്ടുപോവാനാണ്? 6 എണ്ണത്തിന് ചേക്ക് മുന്നേ കൊണ്ടുപോയില്ലേ. ഇതിന് ഞാൻ തരൂല. ഞാൻ ഓടി 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 കിതച്ചു. കിതച്ചു പെറ്റു. അങ്ങനെ വലിയ നൊമ്പലം കഴിഞ്ഞു കിട്ടിയ ചെക്കനാ ഇപ്പം. കഥ പറഞ്ഞ് ആയിഷുമ്മ കരയാൻ തുടങ്ങും. പിന്നെ ആ കരച്ചിൽ ഒരു പകർച്ചവ്യാധി പോലെ ആശ്രയത്തിലെ എല്ലാ അമ്മമാരുടെ നെഞ്ചിലേക്കും പടരും. പേറ്റുനോവും പോറ്റുനോവും അവർ ഓർത്തെടുക്കും. ആയുസ്സിന്റെ മുക്കാലും മറ്റുള്ളവർക്ക് വേണ്ടി താങ്ങി നിന്നിട്ട് ബാക്കിയായി കിട്ടിയ വേദനകളെ തൊട്ട് അവർ കരയും. നിറഞ്ഞുവന്ന കണ്ണുനീർ പരസ്പരം കാണാതിരിക്കാൻ ഓരോരുത്തരും തലയണയിൽ മുഖം അമർത്തും. ജാനകി, ഇനിയും കാക്കണോ? സമയം 2:30 ജാനകിയമ്മ തിരിഞ്ഞു നോക്കി. ദേവകിയാണ്. കരിനീല ബോർഡറുള്ള സെറ്റ് സാരിയിൽ അവൾ വളരെ സുന്ദരിയായിരിക്കുന്നു. ഇന്നത്തെ ഊണും ഓണക്കോടിയുമെല്ലാം ഒരു സിനിമാ നടന്റെ വകയാണ്. ഓണായിട്ട് ഇനിയും വയറ് കായണ്ട. നീ വാ, ഞങ്ങളെല്ലാവരും കഴിച്ചു. ജാനകിയമ്മ മറുപടിയൊന്നും പറയാതെ എഴുന്നേറ്റു. അവർ ഗേറ്റിനരികിലേക്ക് പതിയെ നടന്നു. പെട്ടെന്ന് ഒരു കാർ ഗേറ്റ് കടന്നു വന്നു. ആശ്രയത്തിലെ എല്ലാ കണ്ണുകളും ആ കാറിനെ വന്നൊഴിഞ്ഞു. കയ്യിൽ ചെറിയ ഒരു പൊതിയുമായി ഒരു ചെറുപ്പക്കാരൻ കാറിൽ നിന്നിറങ്ങി ജാനകിയമ്മയുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് പള്ള നിറഞ്ഞ ആയിഷുമ്മ കഥ പറയാൻ തുടങ്ങി. പെറ്റുവീണ നേരം മുതൽക്ക് ഓനൊരു സൂക്കേടുകാരനായിരുന്നു. 8 വയസ്സുവരെ ഉക്കത്തുനിന്ന് ഇറങ്ങൂല. ഓന്റെ ഉപ്പാക്ക് നേരാം വണ്ണം പണിക്കു പോകാൻ കഴിയില്ല. പെടക്കണ മത്തിയും കൊണ്ട് 2 or 3 വീട് കേറിയിട്ടേ ഉണ്ടാവൂ. അപ്പക്കില് ചെക്കന് പെരുത്തളകും. വായിന്ന് നൊരയും പതിയും. ഡോക്ടറെടുത്ത് കൊണ്ടുപോയി സൂചി കുത്തിയിട്ട് വരുമ്പോഴേക്കും മത്തിയുടെ പെടപെടപ്പൊക്കെ മാറി അളിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. 8-9 വയസ്സുവരെ ഇതുതന്നെ അവസ്ഥ. പാവം അബ്ദുവിന്റെ ഉപ്പ. മയ്യത്താവണ വരെ ചെക്കനെ കൊണ്ട് ഒരു മനസമാധാനം ഉണ്ടായിട്ടില്ല. ആയിഷുമ്മ പറഞ്ഞു നിർത്തി. അവരുടെ കണ്ണീരിൽ അബ്ദുവിന്റെ ഉപ്പ പ്രതിഫലിച്ചു നിന്നു.
ഈ സമയം ജാനകിയമ്മ വാഴയിലയിലെ അവസാന വറ്റും വാരി വായിലിടുകയായിരുന്നു. ഇന്നലകളിലെ വികൃതികൾ ഇന്ന് വിനയായിത്തീരും അല്ലേ അമ്മേ? പൂമ്പാറ്റകളെ നോക്കിക്കൊണ്ട് മനു പറഞ്ഞു. അവനിൽ കുറ്റബോധമുണ്ടായിരുന്നു. ഹാ, നാണവും മാനവും കെട്ട് ജീവിക്കുന്നവന് ഇതൊന്നും ബാധകമല്ലല്ലോ അമ്മേ. നേർത്ത ചരടിൽ കറങ്ങിയാടുന്ന പമ്പരം പോലെ കറങ്ങി കറങ്ങി അതൊരു നാൾ ചരട് പൊട്ടി വീഴും. മകന്റെ മുഖത്ത് വിഷാദം നിറയുന്നത് കണ്ടപ്പോൾ ജാനകിയമ്മ വിഷയം മാറ്റുവാനായി ചോദിച്ചു. കുഞ്ഞുമക്കളൊക്കെ ഉഷാറാണോടാ? അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. തന്റെ തലയ്ക്ക് ഭാരം കൂടുന്നതായും ആ ഭാരം താങ്ങാൻ കഴിയാതെ തലയിപ്പോൾ ഭൂമി തൊടുമെന്നും അയാൾക്ക് തോന്നി. അയാൾ പതിയെ ജാനകിയമ്മയുടെ മടിയിൽ തലവച്ചു കിടന്നു. എത്ര നിവർത്തിയാലും നിവരാത്ത നട്ടെല്ലാണ് തനിക്കെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവളോട് എന്തെങ്കിലും പറയുവാൻ ചെന്നാൽ അവൾ മക്കളെ പിടിച്ചു മുന്നിലിടും. എന്നിട്ട് പച്ചയിറച്ചി വെട്ടിയരിയുന്ന കത്തിയെടുത്ത് പിള്ളേരുടെ കഴുത്തിലോട്ട് വെക്കും. ഇവറ്റവളെയും കൊല്ലും, ഞാനും ചാകും. കുഞ്ഞുങ്ങളുടെ നെഞ്ചു പിടയും. അമ്മ പറയുന്നത് സമ്മതിക്കച്ചാ. അവർ തേങ്ങും. ഇങ്ങനെ കൂച്ചു വിലങ്ങിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയല്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ മടിത്തട്ടാണ് എന്നെ എല്ലാം സഹിക്കാൻ പ്രാപ്തനാക്കുന്നത്. മനു അമ്മയുടെ മടിയിൽ അല്പസമയം മയങ്ങി. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, ചോറും കൊണ്ട് നേരത്തെ കാലത്തെയൊക്കെ വരണ്ടേ ചക്ക? ആയിഷുമ്മയുടെ ചോദ്യം കേട്ടാണ് അവൻ ഉണർന്നത്. മനു ചിരിക്കാൻ ശ്രമിച്ചു. അമ്മയ്ക്കായി ഒരു പിടി ഓണച്ചോറ് പൊതിഞ്ഞുകൊണ്ടുവരാൻ താൻ പെട്ട പാട് ഒരു ദീർഘനിശ്വാസമായി അവൻ പുറത്തുവിട്ടു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ എലുമ്പനായല്ലോ. ഒന്നും കഴിക്കലില്ലേ നീ ചെല്ല് ജാനോ എന്റെ കൂടെ. നിനക്ക് നിന്റെ പുള്ളയുണ്ടല്ലോ, എന്നെ പോലെ ഇവിടെ കൊണ്ട് തള്ളിയതല്ലോ. ആയിഷുമാന്റെ കണ്ഠമിടറി, കണ്ണു നിറഞ്ഞു. സമാശ്വസിപ്പിക്കുവാൻ കഴിയാത്ത സന്ദർഭങ്ങളിലാണ് വാക്കുകൾ അർത്ഥശൂന്യമായി തോന്നുന്നത്. മനുവിനെ താൻ മാത്രമല്ല ആയിഷുമയും ദേവകിയും കൂടി കാത്തിരുന്നതായി ജാനകിയമ്മയ്ക്ക് തോന്നി. കാത്തിരിക്കുവാനും അന്വേഷിക്കുവാനും ആരുമില്ലാത്തതിന്റെ വേദനകൾ അവനോട് മിണ്ടിയും പറഞ്ഞും അവർ തീർത്തു. പിരിയാൻ സമയമായെന്നറിയിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് മഞ്ഞവെയിൽ കടന്നുവന്നു. മനു എഴുന്നേറ്റു. എവിടെയെങ്കിലും വച്ച് എന്റെ അബൂനെ കണ്ടാല് പറയണം, ഉമ്മാക്ക് ഒരു നോക്ക് കാണാൻ പൂതിയുണ്ടെന്ന്. ആയുസിനെ എത്ര നാൾ? ആയിഷുമ്മ ഏങ്ങലടിച്ചു. 3 അമ്മമാരും സങ്കടത്തോടെ അവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. മനുവിന്റെ ഹൃദയം നിസ്സഹായതയാൽ നീറി. ഇവരെയൊന്ന് ചേർത്തു പിടിക്കുവാൻ പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ചിറകുകൾ നുള്ളിയെടുക്കപ്പെട്ട ഒരു പൂമ്പാറ്റയെപ്പോലെ അയാൾ കിടന്നു പിടഞ്ഞു.